ഹലോ ഫ്രണ്ട്സ്, C4 ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻ ഹോൾഡറാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് A4ൻ്റെ ഒരു കളർ പേപ്പർ, അതേപോലെ ചാർട്ട് പേപ്പർ, ആ ചാർട്ട് പേപ്പറിൽ നിന്ന് മുറിച്ചെടുത്ത 2 വൃത്തങ്ങൾ, പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ബീഡ്സ് ഉറപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇതാണ്. അത് വേസ്റ്റായി കളയുന്നൊരു സാധനമാണ്, അപ്പോൾ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ബീഡ്സ്, അതേപോലെ തന്നെ ഫെവിക്കോള്. അടുത്ത് നമ്മൾ ചാർട്ട് പേപ്പർ എടുത്തിരിക്കുന്ന ചാർട്ട് പേപ്പറിൽ കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും പശ തേച്ച് കൊടുക്കുക. പിന്നീട് അത് A4ൻ്റെ കളർ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടുന്നത് ആ പെൻ ഹോൾഡറിന്, അതിനനുസരിച്ചിട്ടും പിന്നെ തന്നെ വൃത്തം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടും നീളവും എടുക്കുക. ആ നീളത്തിൽ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കുന്നതിന് വേണ്ടി അതിനും കൂടി എടുക്കുക. ബാക്കി വരുന്ന ഭാഗം മുറിച്ച് മാറ്റുക. പിന്നീട് അതിൻ്റെ മുകൾ വശത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ബീഡ്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണിത്. ഇത് നമ്മൾ ബാക്കി ബീഡ്സ് എടുത്തതിന് ശേഷം കളയുന്നൊരു വസ്തുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറുവശത്ത് നമ്മൾ ഫെവിക്കോള് തേച്ചതിന് ശേഷം കൃത്യമായിട്ട് ഒന്നൊന്നായി ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന പെൻ ഹോൾഡറിന് എത്രയാണോ റൗണ്ട് വേണ്ടുന്നത്, അപ്പോൾ ആ റൗണ്ട് വേണ്ടുന്നതിൻ്റെ അത്രയും ഭാഗം നമ്മൾ ഏകദേശം നോക്കി അത്രയും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗത്ത് പശ തേച്ചതിന് ശേഷം അത് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പശ തേച്ചതിന് ശേഷം വൃത്തത്തിലെടുത്ത് നമ്മൾ റൗണ്ടിൽ അങ്ങോട്ട് എടുത്തതിന് ശേഷം ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് അത് കാർഡ്ബോർഡ് കഷ്ണമാണ് എടുക്കുന്നത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ചാർട്ട് പേപ്പറിൽ നിന്നും 2 വൃത്തങ്ങളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വൃത്തങ്ങൾ തമ്മിൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടി ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു വശത്ത് ആദ്യം പശ തേച്ചതിന് ശേഷം കളർ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് മുറിച്ചെടുക്കുന്നത് വെച്ചാൽ കുറച്ച് വിട്ടിട്ടായിരിക്കണം മുറിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ പശ തേച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് മറുവശത്തും ഇതേപോലെ തന്നെ പശ തേച്ചതിന് ശേഷം കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ഉണ്ടാക്കിയ പെൻ ഹോൾഡറിൻ്റെ അടിവശത്ത് പശ തേച്ചതിന് ശേഷം ഈ വൃത്തത്തിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗത്ത് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഇത് വേണമെങ്കിൽ കറക്റ്റായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഈ ബീഡ്സ് ഒട്ടിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി വലിയ വൃത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റൗണ്ടിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.